ശ്രീ അനൂപ്, ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡാണല്ലോ നിയമനാധികാരി. തന്ത്രിയെ നിയമിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അപ്പോൾ ദേവസ്വം ബോർഡിനാണ് കണ്ഠരര് രാജീവ് ഒരു കത്ത് കൊടുത്തത്, എൻ്റെ മകൻ ബ്രഹ്മദത്തനെ അടുത്ത് തന്ത്രിയാക്കണം എന്ന്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് നേരെ അത് ഹൈക്കോടതിക്ക് കൈമാറിയിരിക്കുകയാണ്. അതിനെ ദേവസ്വം മന്ത്രി വിമർശിച്ചിട്ടുണ്ട്. ദേവസ്വം സംവിധാനങ്ങളിൽ ഓട്ടോണോമസായ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട ബോഡിയാണ്, പക്ഷേ അതിൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ അതാത് സർക്കാരുകൾ വരുമ്പോൾ അവർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുള്ള ബോർഡാണ്. ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ നിയോഗിച്ചിട്ടുള്ള ബോർഡല്ല എന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ കാര്യത്തിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത്? അല്ല, ഇന്ന് ബഹുമാന്യനായ ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ? സർക്കാർ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കും എന്ന് തന്നെയാണ്. സർക്കാരിനാണ് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ ഗോൾഡൻ റൂൾ, സുവർണ്ണ നിയമം എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവേഴ്സാണ്. ഇപ്പോൾ ജുഡീഷ്യറിക്ക്, ലെജിസ്ലേച്ചറിന്, എക്സിക്യൂട്ടീവിന് അതിന് അനുവദിക്കപ്പെട്ട ഒരു അധികാര വിഭജനമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ഇന്ന് ദേവസ്വം മന്ത്രി സൂചിപ്പിച്ചത്, കോടതി ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കണം, പക്ഷേ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് കൃത്യമാണ് നിലപാട്. അതിനകത്ത് പിന്നെ ഈ നേരത്തെ ഇപ്പോൾ ഈ താഴവൻ കുടുംബവുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രതിനിധി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു മത പണ്ഡിതരാണ് തീരുമാനം എടുക്കേണ്ടതാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, ഞങ്ങളുടെ സ്കൂൾ ഓഫ് തോട്ടിൽ പെടുന്നത് VHPയും ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയൊക്കെയാണെന്നാണ്. അപ്പം അദ്ദേഹം പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇവരുടെ സ്കൂൾ ഓഫ് തോട്ടിൽ പെടുന്ന ഒരാളല്ലെന്നാണ് ഈ പറയുന്ന. അദ്ദേഹം എന്തുകൊണ്ടത് പെടുന്നില്ല എന്ന് വിശദീകരിക്കേണ്ടത് ഇദ്ദേഹമാണ്. അദ്ദേഹം ഒരു വേദാന്തത്തിലൊക്കെ അവഗാഹമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളാണ്, ഫിലോസഫി പ്രൊഫസറായിരുന്ന ആളാണ്. അപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ സംഘപരിവാറിന് വേണ്ടി നിരന്തരം വിഷം വിസർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും KS രാധാകൃഷ്ണൻ കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് അദ്ദേഹം സംഘപരിവാറിൻ്റെ സ്കൂൾ ഓഫ് തോട്ടിൽ പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സംഘപരിവാർ തന്നെയാണ്. അത് പ്രതിനിധി വിശദീകരിക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ BJP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ RSS ഇരുന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം രണ്ട് തരത്തിലാണ് ചോദിക്കുന്നത്. താഴവൻ തന്ത്രി കുടുംബത്തെ മാറ്റണോ എന്നുള്ളതാണല്ലോ ഇന്നത്തെ ചർച്ച തന്നെ. അപ്പോൾ അതിനുള്ള ഞങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്, ഇവിടെ ഏതൊരു പൗരനുള്ള അവകാശം മാത്രമേ തന്ത്രിക്കുള്ളൂ. ആ അന്വേഷണ പ്രക്രിയ നടക്കുന്നു, അത് കോടതി അടക്കം പരിശോധിക്കുന്നു, അതങ്ങനെ നടക്കും. തന്ത്രിക്ക് പ്രത്യേകിച്ച് പ്രിവിലേജോ അർത്ഥത്തിൽ ഇമ്മ്യൂണിറ്റിയോ ഇല്ല. തന്ത്രി കുറ്റം ചെയ്താൽ തന്ത്രി ശിക്ഷിക്കപ്പെടുത്തേ. പിന്നെ ഈ താഴവണല്ല, തന്ത്രി പോലുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന പാരമ്പര്യ അവകാശങ്ങളിൽ നിന്നും മാറി എല്ലാവർക്കും അത് പ്രാപ്യമാക്കണോ എന്നാണ് ചോദ്യമെങ്കിൽ ഈ പറയുന്ന BJPക്ക് സംഘപരിവാരത്തിന് അതിന് ഉത്തരം കൊടുക്കാൻ കഴിയില്ലെന്നേ. RSSന്റെ സർസംഘചാലകമായിട്ട് നിയമിക്കപ്പെടുന്നത് ആരാ? ഇവർക്ക് എങ്ങനെ ജാതിയെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക? ജാതിയിൽ അധിഷ്ഠിതമായൊരു സംഘമാണ് സംഘപരിവാർ. നാഗ്പൂരിൽ ചിത്ഭവൻ ബ്രാഹ്മണർ മാത്രം, അതിന് പുറത്ത് മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് ഈ പറയുന്ന ആളുകളൊന്നും വരാത്ത ഒരു ജാതി ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായ സംഘടന ജാതിക്കെതിരെ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഇതാണെന്നേ. ഇന്ത്യയുടെ പ്രസിഡന്റായി ചിലപ്പോൾ അവർ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരും. പക്ഷേ RSSന്റെ ആസ്ഥാനത്ത് RSSന്റെ സർസംഘചാലകമായ ഒരു ദളിതനെ നിയോഗിക്കാൻ കഴിയുമോ? RSS ഒരു ജാതി സംഘടനയാണ്. ചില ആളുകൾ ഞങ്ങൾ ഹിന്ദു ഐക്യം എന്നൊക്കെ പറഞ്ഞ് ചില തട്ടിക്കൂട്ടലുകൾ വരുമ്പോൾ അവിടെ ഈ പറയുന്ന അതിനെക്കുറിച്ച് സംസാരിക്കാൻ KS രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അവിടെ കൃത്യമായി ജാതിയിൽ തുടങ്ങി ജാതിയിൽ അവസാനിക്കുന്ന ഒരു ജാതിയിൽ കേന്ദ്രീകൃതമായ ഒരു സംഘടനാ രൂപമാണ്. അതിൻ്റെ ഹൈരാർക്കി എന്ന് പറയുന്നത്, അതിൻ്റെ നായകത്വം എന്ന് പറയുന്നത് ജാതി തന്നെയാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിന് വളരെ കൃത്യമായി പറയാം, വൈക്കം സത്യാഗ്രഹം തൊട്ട് ഗുരുവായൂർ സത്യാഗ്രഹം വരെ ഇവിടുത്തെ വിശ്വാസികളെ അഡ്രസ് ചെയ്തതും വിശ്വാസത്തിൽ പരിഷ്കരണം സാധ്യമാക്കിയതും വിശ്വാസത്തിൽ ഈ പറയുന്ന യഥാർത്ഥ നവോത്ഥാനം കൊണ്ടുവന്നതും കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അത് കോൺഗ്രസ് മാത്രമാണ്. ആ ജോലി ഞങ്ങൾ തുടർന്ന് നിർവഹിക്കും. ശരി, അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം.